കൊല്ലം ആശ്രാമം ബ്രിട്ടീഷ് റെസിഡൻസി എന്ന സർക്കാർ അതിഥി മന്ദിരം പുനരുദ്ധാരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് 5 വർഷമായിരിക്കും. നവീകരണത്തിനായി അനുവദിച്ച കോടികൾ പാഴായി. കെട്ടിടത്തിന്റെ തനിമ നിലനിർത്തിയുള്ള പുനരുദ്ധാരണമാണ് നടത്തുന്നതെന്ന് വകുപ്പ് മന്ത്രിയും കൂട്ടരും അന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. പ്രധാന കെട്ടിടത്തിന്റെ ജനാലകൾ പലതും തുറന്നു തന്നെ കിടപ്പാണ്. ചില്ലുകൾ പലയിടത്തും തകർന്നിട്ടുണ്ട്. എയർ കണ്ടീഷണറുകൾ ചുവരിൽ നിന്ന് വീണുകിടപ്പുണ്ട്. മച്ചിലെ തടികൾ ദ്രവിച്ചു തുടങ്ങി. കോടികൾ ചിലവാക്കി പുൽത്തകിടി വെച്ചുപിടിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. പണി അവിടെ തന്നെ നിന്നെങ്കിലും കോടികളുടെ പുൽത്തകിടി വെറുതെയായില്ല. പുല്ലുവെച്ചിടം കാടായി വളർന്നു. 1.7 കോടി രൂപ ചിലവഴിച്ച് ചോർച്ച പരിഹരിക്കാനായി അരികോടുകൾ മാറ്റി ഷീറ്റ് പാകി ഓട് മേഞ്ഞു. പുതുതായി പാകിയ അരിയോടുകൾക്കിടയിൽ ചോർച്ച തുടങ്ങി. കെട്ടിടത്തിന്റെ വയറിംഗ് പൂർണ്ണമായും ഉപയോഗശൂന്യമായി. മഴയിൽ വീണ മരച്ചിലകൾ ഇപ്പോഴും വളപ്പിൽ തന്നെ കിടപ്പുണ്ട്. പരിപാലനമില്ലാതെ വന്നതോടെ കെട്ടിടം വീണ്ടും തകർച്ചയുടെ വക്കിലാണ്. പുതിയ പദ്ധതി രേഖ പ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥ മറുപടി. കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ പുറത്തുവരാതിരിക്കാൻ ഇതിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനത്തിനും വിലക്കേർപ്പെടുത്തി. ഭരണതലത്തിലെ നടപടിക്രമങ്ങളിലെ അലംഭാവം തുടർന്നാൽ കൊല്ലത്തിന് നഷ്ടമാവുക പകരം വെക്കാനില്ലാത്ത ചരിത്ര സ്മാരകം കൂടിയാണ്. ദയാവധം കാത്തുകിടക്കുന്ന അതിഥി മന്ദിരമെന്ന് മുഖ്യമന്ത്രി തന്നെ വിമർശനം ഉന്നയിച്ച അതേ കെട്ടിടമാണിത്. വർഷം 1 കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽ മാത്രം പെട്ടില്ല. കൊല്ലത്തിന്റെ ഒരു പൗരാണിക പാരമ്പര്യമാണ് ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയിൽ ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് ശ്രീകാന്ത് PS-നൊപ്പം ആർ അരുൺ രാജ് 24.